ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഡിസംബർ 9 ചൊവ്വാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി മാർക്കറ്റ് വളരെയധികം താഴത്തേക്ക് വന്നു. ഇന്ന് 25,800 താഴെ വന്ന് 25,750 ആ ഒരു 730 റേഞ്ചിൽ പിന്നെ സപ്പോർട്ട് എടുത്ത് അല്പം റിക്കവറി നടത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള അരിക്ക് പുതിയ താരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയെന്ന് റിപ്പോർട്ടുകൾ വന്നു. വാഷിങ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ ഇത് കാരണം പരിഹരിക്കപ്പെടാതെ തുടരുകയാണെന്നുള്ള ഒരു ആശങ്ക പരക്കെ പരന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പാനിക് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റി സെഷനിലുടനീളം തുടർച്ചയായ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് കാണാൻ കഴിഞ്ഞത്. 25,728 എന്ന ഇൻട്രാഡേ ലോയിലേക്ക് വീണു. തുടർന്ന് 25,700 സോണിന് അടുത്തായിട്ട് ഒരു സപ്പോർട്ട് കണ്ടെത്തി. ഇതൊരു ഹയർ ലോ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നാണ് കരുതുന്നത്. ഈ സപ്പോർട്ട് 25,900 സോണിലേക്ക് ഒരു സ്മോൾ റിക്കവറിക്ക് ട്രൈ ചെയ്തു. ഇത് കൂടിക്കൂടി വരുന്ന സ്ലോപ്പ് റെസിസ്റ്റൻസുമായിട്ട് കണക്റ്റായി. പക്ഷേ ഹയർ സോണിൽ നിന്നുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിഫ്റ്റിയുടെ കണ്ടിന്യൂ റാലിയെ തടഞ്ഞു നിർത്തുന്നത്. ഒടുവിൽ 25,950 റെസിസ്റ്റൻസിന് താഴെയായി ക്ലോസ് ചെയ്തു. 26,300 26,350 ഒരു ബുള്ളിഷ് മൊമെൻറ്റം വീണ്ടും ലഭിക്കണമെങ്കിൽ 26,000 മുകളിലുള്ള ഒരു നിർണായക ക്ലോസ് ആവശ്യമായി വന്നിരിക്കുകയാണ്. അതേസമയം 25,700 താഴെയുള്ള ഫാൾ 25,600 25,500 നീളാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഫേഡിങ് മൊമെൻറ്റം കാരണം ഷോർട്ട് ടേം സെൻറ്റിമെൻറ്റ്സ് ചെറിയ തോതിൽ ബെയറിഷ് ആയിട്ടാണ് തുടരുന്നത്. എന്നിരുന്നാലും ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നിടത്തോളം അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് സാധ്യത കുറവായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ നടക്കാനിരിക്കുന്ന US ഫെഡ് നയ തീരുമാനം, അതുപോലെ തന്നെ രൂപയുടെ വീക്ക്നെസ്, കണ്ടിന്യൂ FISന്റെ സെല്ലിങ്, അതുപോലെ തന്നെ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീലിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം എന്നിവ കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം ഇന്ന് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് നമ്മുടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടുകയും ചെയ്തിട്ടുണ്ട്. IT സ്റ്റോക്കുകളാണ് ഇന്ന് പ്രധാനമായും ഇടിവിന് കാരണമായത്. അതേസമയം PSU ബാങ്ക്, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ പോസിറ്റീവിലാണ്. കൂടുതലും ഇന്ന് ചെറുകിട സ്റ്റോക്കുകളാണ് മറ്റുള്ള ഇൻഡെക്സുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ജപ്പാനീസ് ബോണ്ട് ഈൽഡുകളുടെ റാലിയും ഡിസംബർ മാസത്തിൽ വരാനിരിക്കുന്ന ബോണ്ട് ജേർണൽസ് മീറ്റിങ്ങിൽ ബോണ്ട് ജേർണൽസ് കൂടുതൽ സ്ട്രോങ് ആവുമെന്ന എക്സ്പെക്റ്റേഷനും വേൾഡ് മാർക്കറ്റുകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ നാളെ നടക്കാനിരിക്കുന്ന ഫെഡ് റിസർവ് മീറ്റിങ്ങിൽ 25 ബേസിസ് പോയിന്റ് റേറ്റ് കുറയ്ക്കുകയും ബോണ്ട് ജേർണൽസ് റേറ്റ് ഇൻക്രീസ് ആക്കുകയും ചെയ്യുമെന്ന് മാർക്കറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും 2026 ഉള്ള ഫോർവേഡ് മാർഗനിർദ്ദേശം ഒരു നിർണായകമാകും. ഷോർട്ട് ടേമിൽ സെൻട്രൽ ബാങ്ക്, അതുപോലെ തന്നെ കറൻസി റണ്ണിങ്, FISന്റെ ഫ്ലോകൾ എന്നിവ സെൻറ്റിമെൻറ്റ്സിനെ നയിക്കും. അതേസമയം ഡൊമസ്റ്റിക് മാക്രോ റെസിലയൻസ് ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യതകൾക്കെതിരെ ഒരു കുഷ്യൻ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 436 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 84,666 സെറ്റിൽഡായി. നിഫ്റ്റി 120 പോയിന്റാണ് കുറഞ്ഞിരിക്കുന്നത്. 25,839 സെറ്റിൽഡായിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ്, അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, ആട്ടോ, ഫാർമ എന്നിവ 1% ഇടുകയാണ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക്, FMCG, മീഡിയ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കെമിക്കൽസ് എന്നിവ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ്, ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, ടാറ്റാ സ്റ്റീൽ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ് എന്നിവയാണ് ഇന്ന് നഷ്ടം നേരിട്ടവയിൽ പ്രധാനമായും മുന്നിലുള്ളത്. 32 സ്റ്റോക്കുകൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്ത് എറ്റേണലും, ടൈറ്റാൻ കമ്പനിയും, ശ്രീറാം ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്സ് എന്നിവയാണ്. അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ മൊത്തം 18 സ്റ്റോക്കുകൾ ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നാളെ നമുക്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇൻട്രാഡേ ലെവലിൽ നോക്കാം. നമുക്ക് സപ്പോർട്ടായിട്ട് ഇന്നത്തെ
25,725 എന്നുള്ള ലോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് 25,920 ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സപ്പോർട്ടായിട്ട് 59,060, റെസിസ്റ്റൻസ് ആയിട്ട് 59,360. ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഈ 2 ലെവലുകൾ വാച്ച് ചെയ്യാം. ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. ഇത് നാളെ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി എൻ്റർ എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.